രേണു സുധിക്കൊപ്പം അഭിനയിച്ചതോടെ സോഷ്യൽ മീഡിയയ്ക്ക് അകത്തും പുറത്തും ശ്രദ്ധിക്കപ്പെട്ട താരമാണ് പാലക്കാട് സ്വദേശിയായ പ്രതീഷ്. വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും രേണു സുധിക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്ന അദ്ദേഹം രേണു തനിക്ക് ഒരു സഹോദരിയെ പോലെയാണെന്ന് എന്നും ആവർത്തിക്കുന്നുണ്ട്. തിരിച്ച് രേണുവും ഇതേ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അങ്ങനെയെങ്കിൽ ലിപ് ലോക്ക് സീനിൽ അഭിനയിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തോട് രേണുവും പ്രതീഷും പ്രതികരിക്കുന്നത്. ചായ് ടോക്സ് വിത്ത് വൈബർ ഗുഡ് എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. നല്ല ഒരു കഥയും ആ കഥയ്ക്ക് ലിപ് ലോക്ക് സീൻ അനിവാര്യമാണെങ്കിൽ നമ്മൾ അത് ചെയ്യും. ചിലർ കഥയിൽ ഒരു ആവശ്യവുമില്ലാതെ ഇത്തരം സീനുകൾ ചേർക്കുന്നവരുമുണ്ട്. എന്നാൽ രേണു സുധി പ്രതീഷ് എന്ന രീതിയിൽ റീച്ച് കൂട്ടാൻ വേണ്ടി പലരും അത്തരം സീനുകൾ ചേർക്കാൻ നോക്കും. എന്നാൽ അതിന് നിൽക്കില്ല. പകരം കഥയ്ക്ക് അത് ആവശ്യമാണെങ്കിൽ ചെയ്യുമെന്നും പ്രതീഷ് അടിയുറച്ചു പറയുന്നുണ്ട്. രേണുവും ഞാനും ഒരുമിച്ച് അഭിനയിച്ച ആദ്യം ആൽബത്തിന്റെ റീച്ച് 1 മില്യന് മുകളിൽ പോയി. അതിനുശേഷം മറ്റ് നിരവധി സംവിധായകർ എന്നെ വിളിച്ച് രേണുവിനൊപ്പമാണ് അഭിനയിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇരുവരും 12ഓളം വർക്കുകൾ ഒരുമിച്ച് ചെയ്തു. ആ ഒരു കോംബോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വിജയമാണ്. ബിഗ് ബോസ് മാത്രമല്ല, എല്ലാ പ്ലാറ്റ്ഫോമുകളും നല്ല ആഗ്രഹമുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇതുവരെ ബിഗ് ബോസിൽ നിന്നും വിളിയൊന്നും വന്നിട്ടില്ല. പുതിയൊരു സിനിമ വന്നിട്ടുണ്ട്. ഫാമിലി സർക്കസ് എന്ന ആ ചിത്രത്തിൽ നല്ല വേഷമാണ് കിട്ടിയത്. എന്റെ ജോഡിയായ ചിത്രത്തിൽ രേണു ചേച്ചിയാണ് വരുന്നത്. അടുത്ത മാസമാണ് ഷൂട്ട് തുടങ്ങുന്നതെന്നും പ്രതീഷ് കൂട്ടിച്ചേർക്കുന്നു. ആദ്യത്തെ ആൽബത്തിലൂടെ തന്നെ മികച്ച താര ജോഡികൾക്കുള്ള അവാർഡ് ആർക്കെങ്കിലും കിട്ടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്കത് കിട്ടിയെന്നായിരുന്നു രേണുവിന്റെ പ്രതികരണം. ബിഗ് ബോസിലേക്ക് പോയാൽ ഞാൻ എന്താണോ അതുപോലെ തന്നെ നിൽക്കും. ബിഗ് ബോസിൽ അല്ല, ഏത് പ്ലാറ്റ്ഫോമിലായാലും അങ്ങനെ തന്നെയാണ് നിൽക്കുക. പക്ഷെ ബിഗ് ബോസ് എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. പോയാൽ തന്നെ ഒറ്റയ്ക്ക് കളിക്കും. എവിടെ ചെന്നാലും ഒറ്റയ്ക്കാണല്ലോ. ബിഗ് ബോസ് പോലെ തന്നെ ഫൈറ്റ് ആണല്ലോ ഇവിടെയും നടക്കുന്നത്. കരയുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും. കപ്പടിക്കാൻ സാധിച്ചാൽ അത് വലിയ കാര്യമായിട്ടാണ് കാണുന്നതെന്നും രേണു കൂട്ടിച്ചേർക്കുന്നുണ്ട്.